ജന്തർ മന്ദറിൽ ഉയർന്ന വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രതിഷേധത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് വഴിതെറ്റിപ്പോയ ചെറുപ്പക്കാരെ ശരിയായ ദിശയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നാണ്. അതേസമയം രാഷ്ട്രീയ സ്വയംസേവക് സംഘിൻ്റെ സർസംഘ് ചാലകായ മോഹൻ ഭഗവത് ഇന്നലെ മുംബൈയിൽ വിദ്യാർത്ഥികളോടും യുവാക്കളോടും സംവദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, പ്രതിഷേധം എന്നത് സംവാദത്തിൻ്റെ മറ്റൊരു രൂപമാണ്. പ്രതിഷേധിക്കുന്ന ആളുകളെ ഭീകരവാദികളെന്നോ തീവ്രവാദികളെന്നോ മുദ്ര കുത്തുന്നതിൽ അർത്ഥമില്ല. യുവാക്കൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളത് നേതാക്കളുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെയാണ്. മോഹൻ ഭഗവതും രാഷ്ട്രീയ സ്വയംസേവക സംഘും ഒരിക്കൽ കൂടി മോദിയെയും BJPയെയും തിരുത്താൻ ശ്രമിക്കുകയാണോ എന്ന ചോദ്യം ഈ പരാമർശം ഉയർത്തുന്നുണ്ട്. ബഷീർ, ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു പുറകെ മോഹൻ ഭഗവതിൻ്റെ വലിയ തോതിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ചില പരാമർശങ്ങളുണ്ടായിരുന്നു. നേതാക്കളുടെ അരഗൻസിനെ കുറിച്ച്, പ്രതിപക്ഷത്തെ ശത്രുവായി കാണുന്നതിനെക്കുറിച്ച്, അതുപോലെ ക്യാമ്പയിനിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ള മട്ടിൽ സംസാരിക്കുന്നതിനെക്കുറിച്ച്, മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് പരോക്ഷമായി സൂചിപ്പിക്കുകയായിരുന്നു മോഹൻ ഭഗവത് എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, ഈ 75 വയസ്സ് കഴിഞ്ഞാൽ ഈ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പെൻഷൻ പറ്റണം എന്നുള്ള മട്ടിലൊക്കെ മോഹൻ ഭഗവത് സംസാരിച്ചിരുന്നു. ഇതൊക്കെ മോദിയെക്കുറിച്ചാണ് എന്നൊക്കെ അന്ന് വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും വേറൊരു അവസരത്തിൽ അതുപോലെ സംസാരിക്കുകയാണോ മോഹൻ ഭഗവത്? അങ്ങനെ വേണം കരുതാൻ. കാരണം ഇപ്പോൾ പാർലമെൻറ്റിനകത്ത് ജന്തർ മന്ദറിലെ പോലീസ് നടപടിയെക്കുറിച്ച്, അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റിയെക്കുറിച്ചുള്ള വലിയ ചർച്ച നടക്കുന്നു. ആ രംഗത്തേക്ക് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ കടന്നു ചെല്ലുന്നില്ല എന്ന വിമർശനം ഒരിടത്ത് നിൽക്കുന്നു. ജന്തർ മന്ദറിലെ പ്രൊട്ടസ്റ്റിനും അതുപോലെ രാജ്യത്താകമാനം ഉയർന്ന യുവജന പ്രക്ഷോഭത്തിനുമെതിരെ അവർ മിസ്ഗൈഡഡ് ആണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എൻ്റെ അമ്മയെപ്പോലും അവർ ചീത്ത വിളിച്ചു, അവരോട് ഞാൻ ക്ഷമിക്കുന്നു, അവർ മിസ്ഗൈഡഡ് ആണ്, അവരെ നേരെ വഴിക്ക് നടത്തുകയാണ് വേണ്ടത് എന്ന്. എന്നാൽ ഈ സമരത്തോടും സമരക്കാരോടും സമരത്തിന് കാരണമായ പ്രശ്നങ്ങളോടും RSSൻ്റെ നിലപാട് മറ്റൊന്നാണ് എന്നാണ് മോഹൻ ഭഗവതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ അതേപടി എടുത്താൽ നമുക്ക് മനസ്സിലാവുക. ഒന്ന്, സമരക്കാരുന്നയിച്ച കാര്യങ്ങളിൽ പ്രസക്തിയുണ്ട് എന്നാണ്. രണ്ട്, സമരം എന്ന മാർഗം ജനാധിപത്യ വിരുദ്ധമായ ഒന്നല്ല, അതൊരു സംവാദത്തിൻ്റെ കൂടി ഭാഗമാണ് എന്നാണ്. അവരെ കേൾക്കണം എന്നുകൂടി മോഹൻ ഭഗവത് പറയുന്നു. രണ്ട് രീതിയിൽ ഇതിനെടുക്കാം. ഒന്ന്, സംഘപരിവാർ രാഷ്ട്രീയത്തിലുണ്ടായ, അതിന് നേരെയുണ്ടായ വലിയൊരു വെല്ലുവിളിയെ പാച്ചപ്പ് ചെയ്യാനുള്ള ഒരു കോർഡിനേറ്റഡായ എഫർട്ട് RSSൻ്റെ തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വേറൊരു രീതിയിൽ എടുക്കുന്നു. ഇതെല്ലാം ഒരു കളക്റ്റീവ് എഫർട്ടിൻ്റെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ കരുതാം. അതല്ലെങ്കിൽ BJPക്കും RSSനും ഇടയിലോ അതല്ലെങ്കിൽ സർക്കാരിനും RSSനും ഇടയിലോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറെ കൂടി പുറത്തേക്ക് വരികയാണ്. ആ ഒരു റിഫ്റ്റ് ഇനി കൂടി വരും എന്നും നമുക്കിതിനെ കാണാം. ഇതിൻ്റെ RSSൻ്റെ ഒരു ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 2002 ഗുജറാത്ത് വംശഹത്യാ ശ്രമത്തിലൂടെ മോദിയും അമിത്ഷായും ആർജിച്ചെടുത്ത ഒരു എനർജിയും അതിൻ്റെ തുടർച്ചയിൽ അത് BJPയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അധികാരത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ലിവറേജ് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇനി പുതിയ ലീഡർഷിപ്പിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ RSSന് ഉണ്ടാകാനുള്ളൊരു ചാൻസ് അവിടെയുണ്ട്. കാരണം ഇപ്പോൾ 2014 ശേഷം 2019 എത്തുമ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ ലോക്സഭയിൽ ഭൂരിപക്ഷം കൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ 2024 എത്തുമ്പോൾ ലോക്സഭയിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ വിജയം BJPക്ക് കൈവരിക്കാനായിട്ടുണ്ട്. അവിടെയൊക്കെ ഈ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പ് തന്നെയാണ് പ്രധാനമായും ഉയർത്തി കാണിക്കപ്പെട്ടത്. പക്ഷേ എങ്കിൽ പോലും ഇനി അങ്ങോട്ട് ഇതിനധികം ആയുസ്സില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല, പുതിയ ലീഡർഷിപ്പിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ളൊരു ചിന്തയുടെ തുടർച്ചയിലാവാം ഒരു പക്ഷേ. അങ്ങനെയാവാം. അതിൽ ഇപ്പോൾ ഈ RSSും BJPയും തമ്മിലുള്ള ആദർശപരമായ തർക്കങ്ങൾ പല കാലത്തായി പല രീതിയിലുണ്ടായിട്ടുണ്ട്. RSSൻ്റെ ഒരു പൊളിറ്റിക്കൽ വിങ്, അതിൻ്റെ ഒരു രാഷ്ട്രീയ മുഖമായി BJP നിൽക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും BJPയുടെ നിലപാടിനോട്, BJPയുടെ ഭരണത്തിലിരിക്കുന്ന BJPയുടെ നിലപാടിനോട് വിരുദ്ധമായ നിലപാട് RSS എടുക്കാറുണ്ട്. അതല്ലെങ്കിൽ ഞങ്ങളുടെ നിലപാട് മറിച്ചാണ് എന്ന് അവർ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിലുള്ള വ്യത്യാസം, ഇപ്പോൾ വാജ്പേയി സർക്കാരാണല്ലോ ആദ്യം വന്ന BJP സർക്കാർ. വാജ്പേയിയുടെ 6 വർഷത്തെ ഭരണകാലത്തും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് RSSന് കുറെ കൂടി അതിൽ പിടിയുണ്ടായിരുന്നു.
ഒരുപക്ഷെ വാജ്പേയി സർക്കാർ വരുന്നതിന് മുമ്പ് BJP ഇന്ത്യയിലെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയായി നിൽക്കുന്ന കാലത്ത് RSS വളരെ വിശാലവും വിപുലവുമായ ഒരു സംവിധാനവും BJP എന്നത് അതിൻ്റെ ചെറിയ ഒരു പബ്ലിക് ഫേസും എന്ന നിലയായിരുന്നു. ആ നിലയിൽ നിന്ന് മാറി BJP വലുതും RSS അതിൻ്റെ ഒരു ആശയപരമായ സോഴ്സ് മാത്രമായി മാറിയിട്ടുണ്ട് മോഡിയുടെ കാലത്ത്. അപ്പം മോഡി കാലം വന്നതിന് ശേഷമുണ്ടായ മാറ്റം എന്ന് പറയുന്നത് BJPയും BJP സർക്കാരുകളുടെ വലിയ ആ സംവിധാനവും വലുതായി തീർന്നു. ബഷീർ പറയുന്നത് സംഘടനാ രൂപങ്ങളുടെ വലിപ്പം എന്നുള്ളതാണോ അതോ അധികാര കേന്ദ്രം എന്ന നിലയിൽ ഇപ്പോൾ RSSൻ്റെ ഐഡിയോളജിക്കലായി RSS മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഭരണപരമായി സർക്കാരുകൾ നടപ്പാക്കിയില്ല എന്ന പ്രശ്നമുണ്ട്. എന്നാൽ സംഘപരിവാർ ഏറെക്കാലമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന 3 പ്രധാന മുദ്രാവാക്യം ഹിന്ദുത്വ ഉയർത്തുന്ന ജനവിഭാഗത്തോട് RSS പറഞ്ഞുകൊണ്ടിരുന്ന 3 പ്രധാന കാര്യങ്ങളായിരുന്നു. ഒന്ന്, ബാബറി മസ്ജിദിൻ്റെ സ്ഥാനത്ത് രാമക്ഷേത്രം ഉണ്ടാകും എന്ന്, ജമ്മു കാശ്മീരിൻ്റെ ആർട്ടിക്കിൾ 370 റിപ്പീൽ ചെയ്യും എന്നതും, അതോടൊപ്പം യൂണിഫോം സിവിൽ കോഡിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡിനുള്ള ശ്രമങ്ങൾ പല രീതിയിലൂടെ നടക്കുന്നു. മറ്റ് 2 കാര്യങ്ങൾ അവർ നടപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ വിശാല ലക്ഷ്യങ്ങൾ എന്ന നിലയിൽ സംഘപരിവാറിൻ്റെ ലക്ഷ്യങ്ങളിൽ 2 മോഡി സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ഈ എക്കണോമിക് പോളിസി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ മോഡി സർക്കാരും RSSും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസം എന്ന് പറയുമ്പോഴും പ്രത്യക്ഷത്തിൽ ആ വ്യത്യാസം അവർ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇതല്ല വികസന നയമെന്നോ ഇതല്ലെങ്കിൽ ഇതല്ല സാമ്പത്തിക പോളിസി എന്നോ പല ഘട്ടങ്ങളിലായി പറയാറുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹിക പ്രശ്നങ്ങളിലുള്ള നിലപാടും RSS പല കാലങ്ങളിലായി വ്യത്യാസപ്പെടുത്തി പറയാറുണ്ട്. ഒരു പക്ഷേ അത് ഈ കോൺഫ്ലിക്റ്റിനെയും റിഫ്റ്റിനെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കാം. അതല്ലെങ്കിൽ ഒരു റിയലായ അഭിപ്രായ വ്യത്യാസം ഇക്കാര്യത്തിൽ സർക്കാരും ഒരു ഐഡിയോളജിക്കൽ സോഴ്സ് എന്ന മട്ടിൽ RSSും തമ്മിൽ ഉണ്ടാകാം. ഇതിൽ നേരത്തെ പറഞ്ഞ ഈ അധികാര കേന്ദ്രം എന്നുള്ള നിലയിൽ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ഒരുപക്ഷെ വാജ്പേയി സർക്കാരൊക്കെ വരുന്നതിന് മുമ്പും വാജ്പേയി സർക്കാരിൻ്റെ തുടർച്ചയുടെ കാലത്തും RSS തന്നെയായിരുന്നു. ഇപ്പോൾ പക്ഷേ അധികാര കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഒരുപക്ഷെ ജനങ്ങളുടെ മുമ്പിലുള്ളത് നരേന്ദ്രമോദിയും അമിത്ഷായും അല്ലെങ്കിൽ ആ ഡുവോ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സംഘടന എന്നുള്ള നിലയ്ക്ക് RSS വലിയ വളർച്ച ഇക്കാലത്ത് കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം കണക്കുകൾ അനുസരിച്ച് 2014 RSSനുണ്ടായിരുന്ന ശാഖകളുടെ എണ്ണം ഏതാണ്ട് 44,000-ലധികം ശാഖകളാണ് രാജ്യത്തൊട്ടാകെ RSSനുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു 10 വർഷത്തിനപ്പുറം 2025 എത്തുമ്പോൾ ആ ശാഖകളുടെ എണ്ണം 83,000 വർദ്ധിക്കുകയാണ്. ഏതാണ്ട് ഇരട്ടിയോളമായിട്ട് വർദ്ധിക്കുക. അതായത് 925 രൂപം കൊണ്ടൊരു സംഘടനയ്ക്ക് 2014 ആകുമ്പോഴത്തേക്കും 44,000 ശാഖകളെ രാജ്യത്തുണ്ടായിരുന്നുള്ളൂ എങ്കിൽ 10 വർഷം കൊണ്ട് അത് 80,000-ലേക്ക് 83,000-ലേക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഇതര ഘടകങ്ങളുടെ രീതിയിലും ഈ വർധന അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സംഘടന എന്നുള്ള നിലയ്ക്ക് RSS അവരുടെ ശാഖകളുടെ എണ്ണത്തിലും അംഗങ്ങളുടെ എണ്ണത്തിലുമൊക്കെ വലിയ വർധന ഈ കാലയളവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഒരു അധികാരം എന്നുള്ളത് തങ്ങളുടെ കീഴിലായിരിക്കണം അല്ലെങ്കിൽ RSSൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധി അവരെക്കാലത്തും പുലർത്തിയിട്ടുണ്ട്. അതിന് വേറെ ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അത് കുറേക്കൂടെ ഒരു എന്താ പറയുക ജാതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് എന്നും നമ്മൾ കണക്കാക്കണം. BJP അധ്യക്ഷന്മാരെ പൊസിഷൻ ചെയ്യുന്നതിൽ RSS പല ഘട്ടങ്ങളിലായി സമീപകാലത്ത് വന്ന BJP അധ്യക്ഷന്മാരൊന്നും RSS വെറ്റ് ചെയ്ത് അല്ലെങ്കിൽ RSSയുടെ ഒരു സാങ്ക്ടിറ്റി അനുവദിച്ചു കൊടുത്ത അല്ലെങ്കിൽ ആ വിധത്തിൽ RSSൻ്റെ അനുഗ്രഹമുള്ള BJP അധ്യക്ഷന്മാരാണ് എന്ന് പറയാൻ പറ്റില്ല. BJP അധ്യക്ഷന്മാരെ കുറെ കൂടി തങ്ങളുടെ സൗകര്യത്തിന് മോഡി അമിത്ഷാ ദ്വന്ദ്ം BJP അധ്യക്ഷന്മാരെ നിർണ്ണയിക്കുന്ന സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഈ റിഫ്റ്റ് അവിടെ ഉണ്ട്. അതോടൊപ്പം BJP എന്ന് പറയുന്ന RSSൻ്റെ ഒരു രാഷ്ട്രീയ രൂപം അധികാരത്തിൽ തുടരാൻ പാകത്തിലുള്ള ടാക്ടിക്സ് തുടരും വേണം എന്നുള്ളത് RSSന് നിർബന്ധവുമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിനിടെ കൂടെ റിസർവേഷനെ കുറിച്ചുള്ള ചോദ്യം വരുന്നുണ്ട്. അതാണ് ഏറ്റവും ക്രൂഷ്യൽ എനിക്ക് തോന്നുന്നത്. അതെ, ആ ചോദ്യത്തിന് മോഹൻ ഭാഗവത് നൽകുന്ന മറുപടി ഈ സംവരണം സാമൂഹികമായ അസന്തുലിതത്വം തുടരുന്ന കാലത്തോളം സംവരണം തുടരണം എന്നുള്ളത് തന്നെയാണ് RSSൻ്റെ നിലപാട് എന്ന് പറയുന്നുണ്ട്. തുടർച്ചയായിട്ട് ഒരു വാക്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്.
ഇനിയും എന്താ പറയുക, ഇതിൻ്റെ ആനുകൂല്യം കിട്ടാത്തവരിലേക്ക് അത് എത്തുന്ന വിധത്തിൽ അതിനെ റീഡിസൈൻ ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും സംവരണം എന്നുള്ളത് മുൻകാലത്ത് നിന്ന് നിലപാടിൽ നിന്നും ഭിന്നമായിട്ട് സംവരണം തുടർന്നുകൊണ്ട് പോകണം എന്നുള്ളൊരു അഭിപ്രായം മോഹൻ ഭാഗവത് പറയുന്നുണ്ട്. അതും അതുപോലെ ഈ സമരത്തിൽ പങ്കെടുത്തവർ മുഴുവൻ തീവ്രവാദികളോ ഭീകരവാദികളോ ആണ് എന്ന മട്ടിൽ ചിത്രീകരിക്കാനുള്ള ശ്രമവും, ഇതിനെ രണ്ടിനെയും ഈ രണ്ട് കാര്യത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങളാണ് വളരെ കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്. ഒന്ന്, വളരെ എക്സ്പ്ലിസിറ്റായിട്ട് ഈ ചോദ്യം, അതായത് ഈ സമരത്തിൽ പങ്കെടുത്തവരൊക്കെ തീവ്രവാദികളാണ് എന്ന് കുറ്റപ്പെടുത്തുന്നതിനോട് യോജിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഈ സംവാദ പരിപാടിയുടെ മോഡറേറ്റർ ഉന്നയിക്കുമ്പോൾ വലിയ കയ്യടി അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിന് മോഹൻ ഭാഗവത് നൽകുന്ന മറുപടി അങ്ങനെ ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്നാണ്. ഇങ്ങനെ ചിത്രീകരിക്കാനായിട്ട് വലിയ ശ്രമം ഈ എന്താ പറയുക BJPയുടെയും ഇതര സംഘപരിവാർ സംഘടനകളുടെയും സൈബർ ഹാൻഡിലുകളിലൂടെ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ മോഹൻ ഭാഗവത് ഈ അഭിപ്രായം പറയുന്നത്. അവിടെ എനിക്കുള്ളൊരു തോന്നൽ എന്ന് പറയുന്നത്, എക്കാലത്തും ഈ RSSും ഇതര സംഘപരിവാർ സംഘടനകളും അവരുടെ രാഷ്ട്രീയ രൂപമായ BJPയും എക്കാലത്തും ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടി ഒരു വിഷയത്തിൽ തന്നെ പല ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പല അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതാണ്. നേതൃതലത്തിലുള്ളവർ തന്നെ പല അഭിപ്രായങ്ങൾ പറയുകയും താഴെ ജനങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരു തന്ത്രം. ബാബറി മസ്ജിദ് പ്രശ്നത്തിൽ വാജ്പേയി മറ്റൊരു അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വാജ്പേയി ആണെങ്കിൽ വാജ്പേയി അതിനെതിരായ, അതായത് ബാബറി മസ്ജിദ് തകർത്ത 92 ഡിസംബർ 6 ആ തകർത്തു എന്ന സംഭവത്തെ വാജ്പേയി ഒരു ഘട്ടത്തിലും അംഗീകരിച്ചില്ല എന്നതാണ് അദ്ദേഹം പബ്ലിക്കിലേക്ക് കൊടുത്തത്. അതുപോലെ ഇപ്പോൾ മുഹമ്മദ് അലി ജിന്നയുമായി ബന്ധപ്പെട്ട് വേറൊരു തർക്കം ഉണ്ടായിരുന്നു അദ്വാനിയുടെ കാലത്ത്. അദ്വാനി ഒടുവിൽ BJP അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറി നിന്നത് ആ ഒരു കോൺട്രവേഴ്സിക്ക് ശേഷമാണ്. പാകിസ്ഥാനിൽ മുഹമ്മദ് അലി ജിന്നയുടെ ഖബറിടം സന്ദർശിച്ചതിന് ശേഷം അവിടുത്തെ വിസിറ്റേഴ്സ് ബുക്കിൽ ദ ഗ്രേറ്റ് മാൻ എന്നോ മറ്റോ എഴുതി വെക്കുകയും 1947 ഭരണഘടനാ അസംബ്ലിയിൽ ജിന്ന നടത്തിയ പ്രസംഗം കോട്ട് ചെയ്യുകയും രാഷ്ട്രീയവും മതവും തമ്മിൽ വേർതിരിഞ്ഞു നിൽക്കണം, അത് പരസ്പരം കലരാൻ പാടില്ല എന്നതായിരുന്നു ജിന്നയുടെ കാഴ്ചപ്പാട് എന്ന് പറയുകയും അത് തന്നെയാണ് മഹത്തായ കാഴ്ചപ്പാട് എന്ന് വിശദീകരിക്കുകയും ചെയ്തു അദ്വാനി. അതേ തുടർന്ന് വലിയ കൺഫ്യൂഷൻ ഉണ്ടായി. ചെന്നൈ നാഷണൽ എക്സിക്യൂട്ടീവിലാണ് അതിൻ്റെ ഒരു കൾമിനേഷൻ ഉണ്ടായത്. അവിടെ വെച്ച് BJP അധ്യക്ഷ സ്ഥാനം ഞാൻ രാജിവെക്കാം എന്ന് അദ്വാനി പറഞ്ഞു ഈ ജിന്ന പ്രശ്നത്തിൻ്റെ പുറത്ത്. ഒടുവിൽ അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ RSS BJPക്കിടയിലും നേതാക്കൾക്കിടയിലുമെല്ലാം വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപം കൊള്ളാറുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് രാജീവ് ഈ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ വാജ്പേയി ഉള്ളപ്പോൾ വാജ്പേയി മിതവാദിയും അദ്വാനി തീവ്ര നിലപാടുകാരനും, എന്നാൽ അതിനുശേഷം മോഡി തീവ്ര നിലപാടുകാരനും അദ്വാനി ഉൾപ്പെടെയുള്ള ആളുകൾ നിലപാടുകാരും അങ്ങനെ ഒരു അതിൽ പരസ്പര പൂരകമായി പരസ്പരം പരിപോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം വീഴ്ചകൾ പരിഹരിച്ചു പോകുന്ന വിധത്തിലുള്ള ഒരു ടാക്ടിക് യഥാർത്ഥത്തിൽ സംഘപരിവാർ സംഘടനകൾക്കിടയിൽ എടുക്കാറുണ്ട്. അതിൽ RSSും BJPയും തമ്മിലുള്ള ഈ പ്രശ്നവും അങ്ങനെ തന്നെയാണത് പബ്ലിക്കിലേക്ക് വരാറ്. എവിടെയാണോ വീഴ്ച സംഭവിക്കുന്നത് അവിടെ അവർ പരിഹരിച്ചു പോകും. അപ്പോൾ മൾട്ടി സ്പീക്ക് എന്നത്, പല രീതിയിൽ സംസാരിക്കുക എന്നത് ഒരു വിശാലമായ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്നും വിലയിരുത്തപ്പെടുന്നു. ഇവിടെ ഇപ്പോൾ സവിശേഷമായൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഈ സമീപകാലത്തൊന്നും തുടങ്ങിയതല്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. തൊഴിലില്ലായ്മ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വലിയ വിഷയമായി ഉയർത്തി കാണിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതൊരു വലിയ വിഷയമായിരുന്നു. അപ്പോൾ യുവാക്കൾക്കിടയിലുള്ളൊരു പ്രശ്നം അതിൻ്റെ ഒരു എന്താ പറയുക, വലിയ തോതിൽ എക്സ്പ്രസ് ചെയ്യപ്പെട്ട ഒരു വേദിയായിട്ട് ജന്തർ മന്ദർ മാറുകയാണ്. അവിടെ ഒരു വലിയ പരാജയം നരേന്ദ്രമോദി സർക്കാരിനുണ്ടാവുകയാണ്. ധർമ്മേന്ദ്ര പ്രധാനിന് രാജിവെക്കേണ്ടി വരുന്നു. പ്രധാനമന്ത്രിയുടെ അപ്പീലുകൾക്ക് സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ ദിവസങ്ങൾ കൊണ്ട് ഇടവേളകളിൽ വലിയ കുറവുണ്ടാകുന്നു. അതായത് ആദ്യം 10 മില്യൺ പേര് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് ആ മില്യൻ്റെ കണക്ക് കുറഞ്ഞു കാണുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരുന്നൊരു സിറ്റുവേഷനിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നയങ്ങൾ നിശ്ചയിക്കുന്നതിൽ, അതിൻ്റെ നേതാക്കളെ നിശ്ചയിക്കുന്നതിലൊക്കെ വലിയ പങ്കാളിത്തമുള്ളൊരു പാരൻ്റ് ഓർഗനൈസേഷൻ്റെ കാഴ്ചപ്പാട് ഇതൊന്നുമല്ല. ഞങ്ങൾ രക്ഷകർത്താക്കളുടെ കാഴ്ചപ്പാട് വേറെയാണ്. ഞങ്ങൾ ഇത് പുതിയ യുവാക്കളുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു നയം രൂപീകരിക്കാനാണ് ആലോചിക്കുന്നത് എന്നൊക്കെയുള്ളൊരു മെസ്സേജ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒന്ന് തണുപ്പിച്ചെടുക്കുക എന്നുള്ളൊരു പണി, ഇത് ഈ നേതൃത്വമായിരിക്കില്ല ഇനി വരാൻ പോകുന്നത് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക. ഉദാഹരണത്തിന്, പക്ഷേ അങ്ങനൊരു ശേഷി ഇനി RSSന് ഇപ്പോഴത്തെ BJPയുടെയും മോഡി അമിത്ഷാ
ഈ ആ ഗ്രൂപ്പിൻ്റെയും ഒരു ശക്തി മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു നേതൃത്വത്തെ മാറ്റാം, അതല്ലെങ്കിൽ പുതിയ ഫേസസിനെ കൊണ്ടുവരാം, മോഡിയുടെയോ അമിത്ഷായുടെയോ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ നിന്ന് മാറി കുറെ കൂടി RSS കേന്ദ്രീകൃതമായ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്, പുതിയ ഫേസസിലേക്ക് പോകാൻ, അങ്ങനെ കൊണ്ടുപോകാനുള്ള ശേഷി RSSന് ഇനി ഇപ്പോഴുണ്ടോ? അല്ല, അതിനുള്ളൊരു ടൂളായിട്ട് ഒരുപക്ഷെ RSS ഇത് ഉപയോഗിക്കുന്നത് കൂടി ആകാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് പറ്റിയൊരു അന്തരീക്ഷമാണ്. നരേന്ദ്രമോദിയുടെ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ വലിയ തോതിൽ ഇടിഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു വസ്തുത അവിടെയുണ്ട്. നേരത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടാണ് മോഹൻ ഭഗവത് പറഞ്ഞത്. എല്ലാം ഞാനാണ് ചെയ്തത് എന്ന് പ്രസംഗിച്ച് നടന്നാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മോഹൻ ഭഗവതിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതായത് മോഡിയുടെ ഗ്യാരണ്ടി എന്ന പ്രചരണമാണ് അന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നരേന്ദ്രമോദി നേരിട്ട് നടത്തിയത്. അതിനെതിരെയാണ് വളരെ സ്പെസിഫിക്കായി സംസാരിച്ചത്. പക്ഷേ ആ ഒരു വിമർശനത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നരേന്ദ്രമോദി അമിത്ഷാ സഖ്യത്തിന് സാധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. പക്ഷേ ഇപ്പോൾ യുവാക്കളും വിദ്യാർത്ഥികളും വലിയ തോതിൽ പ്രക്ഷോഭം നടത്തുകയും അതിൻ്റെ ഫലം കാണുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ബ്രാൻഡിൽ വലിയ ഇടിവുണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ അവസരം ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു പരിശോധനയായിരിക്കും ഒരുപക്ഷെ RSS നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ലീഡർഷിപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമോ എന്നായിരിക്കാം അവർ ശ്രമിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ച്, ആ ഓർഗനൈസേഷനെ സംബന്ധിച്ച്, ഞാൻ മോഹൻ ഭഗവത് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്, RSS എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അത് 1925 തുടങ്ങി ദീർഘകാലം കാത്തിരുന്നതിന് ശേഷമാണ് അതിൻ്റെ പൊളിറ്റിക്കൽ ടൂൾ അധികാരത്തിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ് ദീർഘകാലം കാത്തിരുന്നതിന് ശേഷമാണ് അവരുടെ അജണ്ടകൾ ഒന്നൊന്നായി അവർ നടപ്പാക്കാൻ കഴിയുന്നത്. ഇനിയും അവരുടെ അജണ്ട ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട. അതിലേക്കുള്ള യാത്ര തുടരാൻ പാകത്തിൽ ഉള്ള എന്താ പറയുക സമയം ഇപ്പോഴത്തെ ലീഡർഷിപ്പിന്, ഇപ്പോഴത്തെ BJPയുടെ ലീഡർഷിപ്പിലുള്ളവർക്കുണ്ടോ ഇല്ലയോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ആ സംഘടനയുടെ മുമ്പിലുണ്ടാവും. അത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് മോഹൻ ഭാഗവതിലൂടെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ കാഴ്ചപ്പാട് കൂടെ വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ ഉള്ളൊരു ചാൻസ് വന്നിരിക്കുന്നു, അതിനെ ഉപയോഗിക്കാൻ ഒരു ശ്രമം നടത്തിയാലോ എന്ന രീതി അവർ ഉപയോഗിക്കുന്നു. വളരെ പെട്ടെന്ന് നരേന്ദ്രമോദിയെ മാറ്റുക അല്ലെങ്കിൽ ലീഡർഷിപ്പ് ചേഞ്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും RSSന് എളുപ്പമല്ല. അപ്പോൾ ഇപ്പോൾ ഒരു പഴുത് വന്നിരിക്കുന്നു, ആ പഴുതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നായിരിക്കും RSS ചിന്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് ഇപ്പോൾ നെക്സ്റ്റ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇത്തരം മെസ്സേജുകളിലൂടെ ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പുകളിൽ ഒരുപക്ഷെ ഉണ്ടായേക്കാവുന്ന തിരിച്ചടികളെ മറികടക്കാനുള്ള ഒരു തന്ത്രവും കൂടി ആവാം RSSൻ്റേത് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും RSSൻ്റെയും കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ആ തന്ത്രം എന്നതാണെങ്കിൽ അതിനെ മാറ്റിവെച്ചാലും മോഹൻ ഭഗവത് RSSൻ്റെ തലവൻ എന്ന നിലയിൽ അദ്ദേഹം കൊടുക്കുന്ന ഇത്തരം ഉറപ്പുകളോ അതല്ലെങ്കിൽ തങ്ങളുടെ കാഴ്ചപ്പാട് മറ്റൊന്നാണ് എന്ന മെസ്സേജ് കൊണ്ടോ യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്ന ഈ ഒരു യുവജന രോഷം എന്നത് തണുക്കും എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ CJP കഴിഞ്ഞ ദിവസം അവരുടെ കോർ കമ്മിറ്റി മീറ്റിങ്ങിന് ശേഷം ഏറെക്കുറെ അവരൊരു പബ്ലിക് ആക്ടിവിറ്റിയിലേക്ക് വരികയാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. അതായത് 25-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളുടെ ഒരു സംഘടനയായി അത് വരുന്നു എന്നാണ് തോന്നുന്നത്. അവർ ജുഡീഷ്യറിയിലേക്കും മീഡിയ അക്കൗണ്ടബിലിറ്റിയിലേക്കും മറ്റ് സംവിധാനങ്ങളുടെയും ജനാധിപത്യ സ്ഥാപനങ്ങളുടെയും നടത്തിപ്പുകളിലേക്ക് കൂടി തങ്ങളുടെ പ്രക്ഷോഭം എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു എന്ന മെസ്സേജാണ് അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ RSS മേധാവിയുടെ ഒരു ഉറപ്പ് കൊണ്ട് മാത്രം അത്തരം കാര്യങ്ങൾ തണുത്ത് കിട്ടും എന്ന് കരുതാൻ പറ്റും? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, ഈ RSSും BJPയും അല്ലെങ്കിൽ RSS മുന്നോട്ട് വയ്ക്കുന്ന BJP നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയനിലപാടുകളുടെ ഒരു ഇപ്പുറത്തെ പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്. ആ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് അവരുടെ സമരം തുടങ്ങുന്നത്. അപ്പോൾ അവർ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അംബേദ്കറുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ സമരം തുടങ്ങുന്നത് തന്നെ. ഭരണഘടന ഇല്ലാതാക്കുന്നു എന്നുള്ള വിമർശനമാണ് RSSും BJPയും വലിയ തോതിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനങ്ങളുടെ മുഴുവൻ വിശ്വാസ്യത ഇല്ലാതാക്കുന്നു എന്ന വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കാണ് അവരിപ്പോൾ ബഷീർ സൂചിപ്പിച്ച വിഷയങ്ങൾ ഉയർത്തുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന വിശ്വാസ്യതയെ തിരിച്ചെടുക്കുക, അക്കൗണ്ടബിലിറ്റി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ്. അത് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് നടക്കില്ല എന്ന ബോധ്യം
ഈ ചെറുപ്പക്കാർക്ക് അതായത് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ യുവജനങ്ങൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങളും RSSന്റെ മൗലികമായ കൺസേണും ഒന്നാണ് എന്നൊരു മെസ്സേജാണോ മോഹൻ ഭാഗവത് നൽകുന്നത് എന്നാണ് ഞാൻ ഇല്ല, ചോദിക്കുന്നത്. അത് അങ്ങനെ നൽകാനായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അംബേദ്കറുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ഭരണഘടനയെക്കുറിച്ചും അംബേദ്കറെക്കുറിച്ചും ഇന്നലെ മോഹൻ ഭാഗവത് സംസാരിക്കുന്നുണ്ട്. സംവരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് നീതി ലഭിക്കുന്നത് വരെ സംവരണം തുടരണം എന്നതായിരുന്നു അംബേദ്കറുടെ കാഴ്ചപ്പാട് എന്ന് വിശദീകരിക്കാൻ മോഹൻ ഭാഗവത് ശ്രമിക്കുന്നുണ്ട്. ഇവരെ തീവ്രവാദികൾ എന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് ഇവർക്ക് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളുടെ തുടർച്ചയിലാണ് ധാർമ്മിക രോഷം ഉണ്ടാകുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അതായത് ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന മെസ്സേജ് കൊടുക്കാൻ തന്നെയാണ് ആ ശ്രമം നടത്തുന്നത്. പക്ഷേ അത് അത്ര എളുപ്പത്തിൽ വിശ്വസിക്കാൻ ഈ പുതിയ ചെറുപ്പക്കാർക്ക് സാധിക്കില്ല. കാരണം വെച്ചാൽ അവരുടെ മുമ്പിൽ ഉദാഹരണങ്ങളായി മറ്റു പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ അവർ ജന്തർ മന്ദറിൽ സമരം ചെയ്തപ്പോൾ നേരിട്ട വലിയ കൊടിയ ഭരണകൂട ഭീകരതയുണ്ട്. അതുപോലെ സമരം പിൻവലിച്ച് പോയതിന് ശേഷം അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിച്ച് അവർ സമരം പിൻവലിച്ച് തിരിച്ചു പോയതിന് ശേഷം അവരുടെ ഭാഗമായി നിന്ന ആളുകൾ നേരിടുന്ന വലിയ ആക്രമണങ്ങളുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആണെങ്കിൽ പോലും നേരിടുന്ന വലിയ ആക്രമണങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിർത്താൻ പറയാതെ, അല്ലെങ്കിൽ ഇത് നിർത്തണം എന്ന് പറയാതെ, ഇതിനെയൊക്കെ തള്ളിപ്പറയാതെ ഇതാ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് മോഹൻ ഭാഗവത് മാത്രം വന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് മാത്രം അവർക്കത് സ്വീകാര്യമാകും എന്നെനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഈ RSSൻ്റെ പല ഇപ്പോൾ ഇന്നലെ എന്താ പറയുക, സ്വർഗ ലൈംഗികത അംഗീകരിക്കണം എന്നുള്ള മട്ടിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്, മോഹൻ ഭാഗവതിൻ്റെ. അതും പുതിയ കാലത്തിൻ്റെ ചില കാര്യങ്ങളെ സ്വാംശീകരിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് സ്വാതന്ത്ര്യം, വിശാലമായിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ തടയുന്ന ഒന്നിനെയും പുതിയ ചെറുപ്പക്കാർ അംഗീകരിക്കില്ല. അപ്പോൾ അങ്ങനെ തടയുന്ന പലതും അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ജന്തർ മന്ദറിൽ ഉയർന്ന പ്രശ്നത്തിൽ കുട്ടികളുടെ പരീക്ഷ, ഭാവി, അതുപോലെ സംവരണം, അതോടൊപ്പം തന്നെ ഈ LGBT റൈറ്റ്, ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെയും മോഡി ഗവൺമെൻറ്റിൻ്റെയും കൂടെയല്ല RSS നിങ്ങളോടൊപ്പമാണ് എന്ന് പറയാനാണോ മോഹൻ ഭാഗവത് ശ്രമിക്കുന്നത്? അല്ല, ഒരുപക്ഷെ അദ്ദേഹം അതിനായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ അത് ഫലം കാണില്ല എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഡോഗ്മ എന്ന് പറയുന്നൊരു സാധനം അവിടെ അപ്പോഴും ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ബേസിക് റൂട്ട്സ് സനാതനധർമ്മവാദികളാണ് എന്നുള്ളതാണല്ലോ. അതാണല്ലോ അവരുടെ RSSൻ്റെ പ്രധാനപ്പെട്ട മൂല്യബോധം എന്ന് പറയുന്നത്. അത് അധിഷ്ഠിതമായിരിക്കുന്ന സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു സംഗതിയിലാണ്, അല്ലെങ്കിൽ മനുസ്മൃതിയിലാണ്. അവരുടെ ഭരണഘടന യഥാർത്ഥത്തിൽ മനുസ്മൃതിയാണ് എന്ന് എഴുതി വെച്ചൊരു സംഘടനയാണത്. ആ സംഘടന വന്നിട്ട് ഞങ്ങൾ ഇതാ നിങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ആ പ്രശ്നം യുവാക്കളുടെ മുമ്പിലുണ്ടാകും, പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ മുമ്പിലുണ്ടാകും. ഇന്നലെ മോഹൻ ഭാഗവത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ച ജെൻസി ആണെങ്കിൽ അതിനും ശേഷമുള്ള തലമുറ കൂടി ഈ രാജ്യത്ത് എന്താ പറയുക വളർന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവരിലേക്ക് എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ പറയുന്ന അടിസ്ഥാന സിദ്ധാന്തങ്ങൾ ഇതായിരിക്കെ ഞങ്ങളിതാ മാറി കേട്ടോ എന്നും എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെടുക്കുക അത്ര എന്താ പറയുക എളുപ്പമുള്ള കാര്യമായിരിക്കില്ല RSSനെ സംബന്ധിച്ച്. അത് മോഹൻ ഭാഗവത് എങ്ങനെ പറഞ്ഞാലും അതങ്ങനെ ഉൾക്കൊണ്ടു പോകും എന്ന് നമ്മൾ കരുതുന്നതിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മോഹൻ ഭാഗവത് വേറൊരു ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായ തിരിച്ചടിയുടെ കൂടെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ കാണാൻ. ഒരുപക്ഷെ പുതിയ നേതൃത്വത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടാകും. പുതിയ തലമുറ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ അവരെ ഒന്ന് തണുപ്പിക്കാനുള്ള ഉപാധിയായി ഈ വാക്കുകളെ മാറ്റാനും ഉദ്ദേശിക്കുന്നുണ്ടാകും. എന്തായാലും കാത്തിരിക്കാം നമുക്ക് എന്തായിരിക്കും ഇതിനോടൊക്കെയുള്ള റിയാക്ഷൻ എന്നുള്ളത്. എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.